വെൽക്കം ടു VA2 വ്ളോഗ്സ്. ഞാൻ സെൽവപ്രസാദ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് കരിമംകുളം സ്കെച്ചുകൾ എന്നാണ്. ശ്രീ MK രാജേന്ദ്രൻ രചിച്ചിട്ടുള്ള ഈ പുസ്തകം. ഇതിൽ ഒരുപാട് ചിത്രങ്ങൾ, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അത് വരച്ചിട്ടുള്ളത് ശ്രീ രവീന്ദ്രൻ പുത്തൂർ സാറാണ്. പുത്തൂർ രവീന്ദ്രൻ സാറാണ്. അദ്ദേഹമാണ് ഇതിന്റെ സ്കെച്ചുകളൊക്കെ വരച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ സ്കെച്ചുകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വെട്ടർക്കാവ് മണ്ഡലത്തിൽ വട്ടർക്കാവ് ജംഗ്ഷന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഏല പ്രദേശമാണ് കരിമംകുളം ഏല. അതിന് ഏകദേശം 4-4.5 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന കൃഷിയിടമാണ് ഈ കരിമംകുളം ഏല പ്രദേശം എന്ന്. പണ്ടൊരു നെൽകൃഷികളുടെ ഉത്ഭവ കേന്ദ്രമായിരുന്നു. ഇന്നിപ്പോൾ നെൽകൃഷിയൊക്കെ അന്യം വന്നു പോയിരിക്കുന്നു. നെൽകൃഷി മാറി ഇപ്പോൾ തെങ്ങും പറമ്പുകളായി മാറി. പിൽക്കാലത്ത് അതും മാറി ഇപ്പം ഗ്രൗണ്ടുകളും വീടുകളുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ നിരവധി റോഡുകൾ വികസനങ്ങളൊക്കെ ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഈ പുതിയ വീടുകളൊക്കെ വന്ന് പുതിയ റെസിഡൻസ് അസോസിയേഷനുകൾ ഇവിടെ രൂപപ്പെട്ടതും. അങ്ങനെ പുതിയ ജനങ്ങൾ ഈ ഏല പ്രദേശത്ത് വന്ന് താമസിക്കുകയുണ്ടായി. പഴയ ആൾക്കാരും ഉണ്ട്, ഇവിടെ നിന്ന് വിട്ട് മാറിപ്പോയവരും ഉണ്ട്. എങ്കിൽ തന്നെ അതിൽ ഒരുപാട് വ്യക്തികളെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ഇതിന്റെ നമ്മളെ ഒരു നാടിന്റെ സംസ്കാരം തന്നെയാണ്. ഇവിടെ നിന്ന് പണ്ട് പറയുന്നത് ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളാണ്. അതിന്റെ പോരാട്ട ഭൂമിയാണ് ഇത്. അതിന്റെ ഒരു ഏട് ഇതിൽ ഞാൻ വായിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് മുമ്പേ വായിക്കുകയാണ്. തിരുവിതാംകൂർ രാജാവ് നാട് ഭരിച്ചിരുന്ന കാലം. സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ട് 1938 ഒക്ടോബർ വട്ടിയൂർക്കാവ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച അവകാശ പ്രഖ്യാപന സമ്മേളനത്തെ ഭയന്ന് രാജാവ് 2 സംഘടനകളെയും ഒക്ടോബറിൽ തന്നെ നിരോധിച്ചു. എന്തു വന്നാലും സമ്മേളനം നടത്തുമെന്ന് സമരക്കാർ. സമ്മേളനത്തിന് മുന്നേ ഡിസംബർ 13 2 മാസത്തേക്ക് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. കണ്ടാൽ ഉടൻ വെടിവെക്കാനും ഉത്തരവ് ഇറക്കി. അധികാരികളുടെ കണ്ണു വെട്ടിക്കാൻ ഡിസംബർ 22 സമര നേതാവായ നാരായണപിള്ള തമ്പാനൂരിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരിമംകുളം ഏലയിൽ ഒളിച്ചിരുന്ന കുഞ്ഞൻ നാടാർ അടക്കമുള്ള നേതാക്കൾ സമരഭൂവിൽ പാഞ്ഞെത്തി അവരുടെ പ്രതിജ്ഞ നിറവേറ്റി. നാരായണപിള്ള, കുഞ്ഞു നാടാർ, അക്കമ്മച്ചെറിയാൻ, G ചന്ദ്രശേഖരൻ പിള്ള, KG ഇലങ്കത്ത്, PT പുന്നൂസ്, നീലകണ്ഠ പിള്ള, അച്യുതൻ തുടങ്ങിയ ഒട്ടേറെ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കഠിന തടവിനും ഭീകര മർദ്ദത്തിനും വിധേയരായി. രക്തസാക്ഷികളുടെയും ചോരയും ജീവനും പാഴായില്ല. രാജഭരണം പോയി. മുദ്രാവാക്യം അനർസമായി. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നു. സമര സഹാക്കൾക്ക് ഉജ്ജ്വല താരങ്ങളായി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടി. ഇന്ന് അവർക്ക് അഭയം നൽകിയ കരിമംകുളം ഏലയ്ക്ക് അഭിമാനം. ഈ പുസ്തകം രചിക്കപ്പെട്ടത് ഈ കൊറോണ സമയത്താണ്. നമുക്കറിയാം, കൊറോണ സമയത്ത് എല്ലാവരും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്താണ് സാറ് ഈ എഴുത്തുകാരൻ നമ്മളെ വീട് ചുറ്റും കണ്ണോട്ടിക്കുകയും നമുക്ക് ഇത്ര നമ്മുടെ പ്രദേശത്തുള്ള സൗന്ദര്യങ്ങളെ ഒപ്പിയെടുത്ത് അദ്ദേഹം ഓരോ ദിവസം ഓരോ കുറിപ്പുകളായി ഫോട്ടോയോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ എല്ലാം കൂടെ ഒത്തിണക്കിക്കൊണ്ടാണ് ഇന്ന് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. കരിമംകുളം ഡയറി സ്കെച്ചുകൾ എന്നുണ്ട്. അതിന് ഈ സ്കെച്ചുകളായ പേര് വരാൻ കാര്യം തന്നെ രവീന്ദ്രൻ പുത്തൂർ മാസ്റ്റർ ഇതിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇവർ രണ്ടും കൂടെ ഈ പുസ്തകത്തിന് കരിമംകുളം സ്കെച്ച് എന്ന് പേരാൻ കാര്യം. ഇത് ഈ എഴുത്തുകാരെ ഇതിനു മുമ്പേ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ആരുടേതുമല്ലാത്ത ഭൂമികൾ എന്നുള്ള പുസ്തകം കൊറോണ സമയത്താണ് രചിക്കേണ്ടായി. അതിന്റെ പ്രകാശന കർമ്മത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. എനിക്ക് അറിയുന്ന ഒരു എഴുത്തുകാരനാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാറ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതിന്റെ മുഖമാസികയായിട്ടുള്ള സാഹിത്യ സംഘ മാസികയുടെ പത്രാധിപ സമിതി അംഗം കൂടെയാണ്. നിരവധി പുസ്തകങ്ങൾക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. 5ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് കരിമംകുളം സ്കെച്ച് എന്ന പുസ്തകം ഇപ്പോൾ ഇതിന്റെ കോപ്പി ഈ പ്രത്യേകത ഉണ്ട്. കാര്യം ഈ കോപ്പി ഞാൻ പ്രതിദാനം ചെയ്യുന്ന അജന്ത ലൈബ്രറിയുടെ ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. ആ ലൈബ്രറിയുടെ നമ്മൾ 50ാം വാർഷികം പ്രമാണിച്ച് മുമ്പ് ഏകദേശം 27ഓളം നാടകങ്ങൾ ഈ ലൈബ്രറി നമ്മുടെ ഈ ലൈബ്രറി നാടകം കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ വേഷമിട്ടവർ, അജന്തയ്ക്കായി ചായമിട്ടവർ എന്ന ഒരു സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് വരികയും അന്ന് നമുക്ക് എനിക്ക് നമ്മൾ ലൈബ്രറിക്ക് വേണ്ടി തന്ന ഒരു കോപ്പിയാണ് ഈ പുസ്തകം കരിമംകുളം സ്കെച്ചുകൾ. ഇതില് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഇതാണ്. ഇതില് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്.
ഏകദേശം 2 ലൈബ്രറി ഈ അജന്ത ലൈബ്രറിയും വട്ടർക്കാവ് സാഹിത്യ പഞ്ചായത്ത് സ്മാരക ഗ്രന്ഥശാലയെ പറ്റി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതിന്റെ നമ്മുടെ ഈ കരിമംകുളം ഏരിയ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് നമ്പങ്കാവ്, തൊഴുവങ്കോട്, വട്ടർക്കാവ് പോലീസ് സ്റ്റേഷൻ, വട്ടർക്കാവ് വില്ലേജ് ഓഫീസ്. അതിപ്പം മാറി പുതിയ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ, ശ്രീവിദ്യ, കൊച്ചുപ്രേമൻ, ശ്രീനാഥ്, ശ്രീകുമാർ സാറ്, അങ്ങനെ ഒരുപാട് പേരുടെ നെടുമുടി വേണു, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഈ കരിമംകുളം ഏലയെ ചുറ്റിപ്പറ്റി താമസിക്കുന്നത്. അവരുടെ എല്ലാം ഈ ചെറിയ വിവരണം ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കരിമംകുളം ഏലയിൽ പ്രധാനമായും റോഡ് വികസനം വരുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അന്നത്തെ കൗൺസിലർ KC വിക്രമൻ, ആ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ വിശ്വകുമാർ വനത്തിൽ അതിന്റെ കൺവീനറായിരുന്നു. പിന്നെ മധുസൂദനൻ നായർ, അദ്ദേഹം പിൽക്കാലത്ത് മരണപ്പെട്ടു. തുടങ്ങിയവരുടെ ശ്രമഫലമായിട്ടാണ്, ആ ജനകീയ സമിതിയുടെ ശ്രമഫലമായിട്ടാണ് ഈ പ്രദേശത്തൊക്കെ റോഡുകൾ വരാൻ പറഞ്ഞവര്. ഒട്ടനവധി പാരകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഏകദേശം 4-4.5 കിലോമീറ്ററോളം ഇവിടുന്ന് വട്ടർക്കാവ് സ്റ്റാർട്ട് ചെയ്താൽ സാഹിത്യ പഞ്ചായത്ത് സ്മാരക ഗ്രന്ഥശാലയുടെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഏകദേശം കുണ്ടമംകടവ് പാലത്തിന്റെ അവിടെ വരെ ഉണ്ട്. ഏകദേശം 4 കരമനയാറ് ഒഴുകുന്ന കുണ്ടമംകടവ് പാലത്തിന്റെ അടുത്ത് വരെ ഉള്ള ഏല ഇന്ന് ഒറ്റ വയൽ പ്രദേശമായിരുന്നു. അതൊക്കെ മാറി ഇന്ന് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ മാറി, നെൽകൃഷി മാറി, അവിടെ തെങ്ങും തോപ്പുകളായി മാറി. തെങ്ങും തോപ്പുകൾ വന്നപ്പോൾ നമ്മൾ ഈ പ്രദേശമൊക്കെ കുറച്ച് വാങ്ങിയത് അന്നത്തെ സിനിമാ നടി അംബികയുടെ അമ്മ ആണ് വാങ്ങിച്ചത്. അവരവിടെ നെൽകൃഷിയൊക്കെ ഉപേക്ഷിച്ച് അവിടെ തെങ്ങും തോപ്പാക്കി. തെങ്ങൊക്കെ വളർന്നു വന്നപ്പോൾ തെങ്ങിന്റെ കരിക്കൊന്നും അവർക്ക് തേങ്ങ കിട്ടാത്ത അവസ്ഥയായി. കാരണം കരിക്ക് പ്രായത്തിലെ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ കുട്ടികളും എല്ലാം കുടിക്കുകയും പിൽക്കാലത്ത് അത് ഉപേക്ഷിക്കുകയും പിന്നെ നമ്മുടെ ചിട്ടി ഫൈനാൻസിന്റെ MD ആയിട്ടുള്ള ഗോപാലൻ സാർ, അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങി. അവിടെ മെഡിക്കൽ കോളേജ് വരുമെന്ന പ്രത്യാശയോട് കൂടിയാണ് വന്നത്. പക്ഷെ പിൽക്കാലത്ത് അത് വരാൻ വന്നില്ല. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മാറ്റേണ്ടി വന്നു. എങ്കിലും ഇപ്പൊ എല്ലാ പ്രദേശം എല്ലാം വീടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡ് വികസനം വന്നു. 4-4.5 കിലോമീറ്റർ റോഡ് വികസനം പാട്ട്. പിന്നെ അതിന്റെ ടാറ് നടത്തി. അതിന്റെ ഉദ്ഘാടനം അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള CG കാർത്തികൻ നിർവഹിച്ചു. ഇതെല്ലാം ഒരു ഓർമ്മ പോലെ ഈ പുസ്തകത്തിൽ രചിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഉള്ള 2 സിനിമാ തിയേറ്റർ, ഈ കരിമംകുളം പ്രദേശത്തിന് ചുറ്റും 2 സിനിമാ തിയേറ്ററാണ്. ശാന്തി തിയേറ്ററും ലക്ഷ്മി തിയേറ്ററും. അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, അതുപോലെ നമ്മൾ ഈ പ്രദേശം അടുത്ത് കിടക്കുന്ന തന്നെ പേരക്കട വില്ലേജ് ഓഫീസും. അത് വലിയ ദൂരമില്ല. അത് ഇവിടുത്തെ സ്വന്തം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആൾക്കാർ അവരെന്നെ സ്വന്തമായി പണി കൽപ്പിച്ചു കൊടുത്ത ഒരു ഓഫീസാണ് ഇപ്പം നിലവിലുള്ളത്. അതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിനെപ്പറ്റി എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. കൈപ്പരിക്കോണം കുളം, ഒരുപാട് കുളത്തെ പറ്റി ഇത് പറയുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള കൈപ്പരിക്കോണം കുളം, അവിട്ടാങ്കോട് കുളം, ചെമ്പ്രംകോണം കുളം, നമ്പങ്കാവ് കുളം, അങ്ങനെ ഒരുപാട് നമ്പങ്കാവ് കുളമല്ല, അങ്ങനെ ഒരുപാട് കുളങ്ങളെ പറ്റി. പക്ഷെ എന്തായാലും കരിമംകുളത്ത് ഈ പേര് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ഇവിടെ കരിമംകുളത്ത് ഒരു കുളമില്ല. എങ്കിലും ചുറ്റുപാടും നിരവധി കുളങ്ങളുള്ള ഒരു പ്രദേശമാണ്. കാര്യം നെൽകൃഷിയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ഇഷ്ടംപോലെ കുളങ്ങളുണ്ട്. ആ നെൽകൃഷി വളരെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ പ്രദേശത്ത് അടുത്തുള്ള 2 CSA പള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജാക്കോബൈറ്റ് പള്ളിയുണ്ട്. അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. മുസ്ലിം ദർഗ, വട്ടർക്കാവ് ജംഗ്ഷനിൽ മുസ്ലിം ദർഗ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മറ്റേ മുസ്ലിം പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ട്. കാര്യം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു വാടക സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനോ എൻ്റെ പാത്രം, മറ്റു കസാര എല്ലാം ഇപ്പൊ അവിടെ ജനങ്ങൾക്ക്, അത് ജാതി മത വ്യത്യാസത്തിൽ എല്ലാവരും വന്ന് അവിടെ തന്നെ വാങ്ങുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ വട്ടർക്കാവ് ജംഗ്ഷനിലുണ്ട്. അത് ഏല അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം പറ്റി വന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നിലവിലില്ല. ഇപ്പം സ്വരാജ് ടീ ഷോപ്പ്, ചുക്കിന്റെ കട എന്നറിയപ്പെടും, വട്ടർക്കാവ് ജംഗ്ഷനിലാണ്. അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരുടെ പ്രിയപ്പെട്ട ഒരു തട്ടുകടയായിരുന്നു സ്വരാജ് ടീ ഷോപ്പ്. അതുപോലെയുള്ള നമ്പങ്കാവിലുള്ള നാസറിന്റെ ചായക്കട. ഇതിനെപ്പറ്റി എല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വട്ടർക്കാവ് ചന്ത, ഇവിടുത്തെ കളങ്ങൾ, പിന്നെ അവിടെ തൊട്ടടുത്തുള്ള കൊട്ടാരം കാട്, അതായത് PTP എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്ന, പണ്ട് ഇത് കൊട്ടാരം ഗാർഡൻ എന്ന് അറിയപ്പെടുന്ന, അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൽ വ്യക്തികൾ പ്രധാനപ്പെട്ടത് ഗുരു ഗോവിന്ദനാഥ് സാറിന്റെ മക്കളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഗുരു ഗോവിന്ദനാഥ് നർമ്മഗ്രാമത്തിന്റെ ചെയർമാനായിട്ടുള്ള രാജശ്രീ വാര്യർ നമ്മുടെ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഗന്ധർവ കവി പ്രഭാവർമ്മ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഡോക്ടർ ആർ ഗോപിനാഥ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ, നല്ല മാധവപിള്ള സാറ്, തൊഴുവൻകുട്ടി ജയൻ, അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ, രവീന്ദ്രൻ പുത്തൂർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ പ്രദേശത്തുള്ള തന്നെ നന്ദകുമാർ സാർ, നമ്മുടെ മുൻ IAS, മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ട് നന്ദകുമാർ സാർ, പുള്ളിയൊക്കെ ഇലയോടെയൊക്കെ നടന്ന് ഇപ്പോഴും പോകുന്നത് നമുക്ക് കാണുന്നതാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികളെ പറ്റിയും സ്ഥാപനങ്ങളെ പറ്റിയും, ക്ഷേത്രമുണ്ട് കരിമംകുളം ക്ഷേത്രം, അതിനെയൊക്കെ പറ്റി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർ എന്ന സിനിമ നിർമ്മിച്ച ആ വ്യക്തി ഈ പ്രദേശത്തുള്ളതാണ്. അദ്ദേഹം നിർഭാഗ്യവശാൽ അതിന്റെ ചിത്രീകരണം എല്ലാം പൂർത്തിയായി അവസാനം റിലീസിംഗ് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതിനെ പറ്റിയെല്ലാം ഈ പുസ്തകത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഈ വട്ടർക്കാവ് പ്രദേശത്തുകാർക്ക്, ഈ ഒരു നല്ലൊരു അനുഭവമാണ് ഈ പുസ്തകം. അദ്ദേഹത്തെ സുഹൃത്തുക്കളും KC വിക്രമൻ, ക്രോസ് ബെൽറ്റ് മണി, ഡോക്ടർ എ ചാന്ദ്കുമാർ, ഇവരൊക്കെ വട്ടർക്കാവ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട്, ഡോക്ടർ MS സോമൻ, ഇവരെല്ലാം പറ്റി ഈ പുസ്തകത്തിൽ വളരെ ഭംഗിയായി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവസാനം ഒന്ന് എഴുതിയിട്ടുണ്ട്, മനുഷ്യനെ പറ്റി അവൻ സ്വയം പറയാറുള്ളത് സവിശേഷ ബുദ്ധിയുള്ള ജീവി എന്നാണ്. പക്ഷേ തനിക്ക് സുഖമായി ജീവിക്കണം എന്നതിനപ്പുറം ഭാവി തലമുറയ്ക്ക് വേണ്ടി അവൻ കരുതിയെടുക്കാറുണ്ടോ? ജലനിർഗമന മാർഗങ്ങൾ അടച്ചും ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തിയും മലിനമാക്കിയും നാളത്തെ തലമുറയ്ക്ക് ശവക്കല്ലറകൾ അവൻ ഇന്നേ പണിതുകൊണ്ടിരുന്നു. കുന്നുകൾ ഇടിച്ചും തോടുകളും കുളങ്ങളും മലിനമാക്കിയും ഇല്ലാതാക്കിയും മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ കാഴ്ചകൾ. ഭാവി തലമുറയുടെ വീക്ഷണത്തിൽ ഈ നാശ പ്രവൃത്തികൾ അവസാനിക്കുന്നതേയില്ല. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളൊന്നും ആരംഭിക്കുന്നതുമില്ല. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കണ്ണുകളിലും ക്യാമറ കണ്ണുകളിലും ചിത്രകാരന്റെയും സ്വപ്നങ്ങളിലും കഥനം നിറഞ്ഞൊഴുകവേ കാഴ്ചകൾ കാണുന്ന കുറിപ്പുകൾക്കും ഇവിടെ താൽക്കാലികമായി വിരാമിക്കുന്നു എന്നാണ് ഈ പുസ്തകം അവസാനം എഴുതിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇവിടെ ഈ കരിമംകുളം ഏലയുമായി ബന്ധപ്പെട്ട് അങ്ങറ്റത്ത് നമ്മുടെ കരമനയാറിൽ നിന്ന് മണലൂറ്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് മണലൂറ്റ് നിരോധിച്ചു. കാരണം പാലത്തിന് ഭീഷണിയാവും എന്ന് കരുതി മണലൂട്ട് നിർത്തുകയും ഇപ്പം കോൺക്രീറ്റ് നമ്മൾ പാറപ്പൊടിയൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല മണൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ പ്രദേശം അതെല്ലാം ഇപ്പം നിർത്തി. ഇതിനെപ്പറ്റിയെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ലൊരു അനുഭവമാണ് ഈ പുസ്തകം. ഈ നാടിൻ്റെ ചരിത്രം ആണ് ഈ പുസ്തകം. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം തരുന്ന ഈ പുസ്തകം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.